നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മോടൊപ്പം ഒരുപാട് സമയം ചെലവഴിച്ച നമ്മുടെ സ്വന്തം ശ്രീനിയാണ് ഇന്നും നമ്മുടെ അതിഥി. ശ്രീനിയെ മലയാളി വിട്ടില്ല. അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മലയാളത്തിൽ ഞാൻ പാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല, സത്യം പറഞ്ഞാൽ. അതെന്താ അങ്ങനെ വിചാരിക്കുന്നത്? ഈ ദാസേട്ടൻ്റെ ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഈ ദാസേട്ടൻ മലയാളം പറയുന്നത് അതുപോലെ ഒന്നും വേറെ ആർക്കും പറ്റില്ല. വേണുവിന് പറ്റും, ഞാൻ പിന്നെ കണ്ടിട്ടുള്ളത്. ബട്ട് ഐ ഹവ് നോട്ട് സീൻ എനി വൺ ഹൂ. ശ്രീനി ഒരിക്കലും മലയാളത്തിൽ പാട്ടുപാടി മലയാളിയുടെ മനസ്സ് കവരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അത്ര സന്തോഷമാണ് എനിക്ക്. മലയാളത്തിൽ പാടി മലയാളികൾ എന്നെ ഏറ്റെടുത്തു. ശരിക്കും പറഞ്ഞാൽ ഒരു പാട്ട് മതി. ഒരുപക്ഷെ ശ്രീനിയെ ഇപ്പോഴും മലയാളി ഓർക്കുമ്പോൾ സമ്മർ ഇൻ ബെത്ലഹേം, വിദ്യാസാഗറിൻ്റെ പാട്ടല്ലേ? വിദ്യാസാഗർ. എത്രയോ ജന്മമായി ശ്രീനി എത്രയോ ജന്മമായി ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാട്ട്. ഇന്നലെ എന്നെ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു ഈ സംഭവം. ഒരു സാധാരണക്കാരൻ എവിടെ നിന്നോ കേരളത്തിൽ നിന്ന്, സാറേ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ സാറിനൊന്ന് വിളിക്കണം തോന്നി. സോ ഇറ്റ്സ് വെരി ടച്ചിങ്, അങ്ങനെ ഒരു കണക്റ്റ്. അത് വിദ്യാസാഗർ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ ലിറിക്സാണ്. ഒരു പല്ലവിയെ പാടിയിട്ടുള്ളൂ, പക്ഷെ അത് മതി. ഗിരീഷ് നമ്മുടെ അടുത്തില്ല. ഒരുപക്ഷെ ഇതുപോലെ ഒരുപാട് നല്ല പാട്ടുകൾ, വരികൾ സമ്മാനിച്ച ശേഷം അദ്ദേഹം പോയി. ഗിരീഷിന് വേണ്ടിയെങ്കിലും ആ പാട്ട് നമ്മളിപ്പോൾ പാടേണ്ട സമയം. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ, ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ശ്രീനി, ഈ ഒരു പാട്ടിലൂടെയാണ് ശ്രീനി മലയാളിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ അരിച്ചിറങ്ങിയത്. ശരി. പക്ഷേ വിദ്യാസാഗറിൻ്റെ ആ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഭാവതലം, ആ വരികളുടെ സൗന്ദര്യം, ഇത് രണ്ടും കൂടി, പിന്നെ ആ സിനിമ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമ, വലിയൊരു ഹിറ്റായൊരു പടമായിരുന്നു. ഈ മൂന്ന് ഘടകം കൂടിയാണ് ശ്രീനിയെ മലയാളിക്ക് പ്രിയങ്കരാക്കി മാറ്റിയത്. ഈ സിനിമയിൽ തന്നെ മാരിവില്ലിൻ ഗോപുരങ്ങൾ, വെണ്ണിലാവാൽ മച്ചകങ്ങൾ, ഈ പാട്ടും ഏതോ ഹിറ്റായിരുന്നു. ശ്രീനി അപ്പം തിരുവനന്തപുരത്ത് ഇങ്ങനെ മുടുക്കുകളിലൂടെ നടന്നുകൊണ്ടിരുന്ന ശ്രീനി മലയാളിയുടെ മനസ്സിലെ ദേശീയപാതയിലൂടെ അങ്ങോട്ട് പ്രവേശിച്ചു. വളരെ സന്തോഷമുണ്ട്. അയ്യോ, അപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു പൂർണ്ണത കിട്ടിയത്. ശ്രീനിയുടെ ബ്ലൂ ബേർഡ്സ് എന്ന് പറഞ്ഞു ഇതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമല്ലേ. സുദീപ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഫ്രണ്ടുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിൽ ബ്രില്യൻറ്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. ഇപ്പോൾ ER&DC ഹൈ പോസ്റ്റ്. സുദീപാണ് ഗിറ്റാർ വായിക്കുന്നത്. സുദീപൊക്കെ ഇപ്പോഴും ടച്ചിലുണ്ട്. വളരെ സന്തോഷമാണ്. അജിത്ത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ദുബായിലാണ്. രാജീവും വേണുവും ഇവരൊക്കെ ഉണ്ടല്ലോ. ദിലീപ് എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ തബല വായിക്കുന്ന. ഈ സുദീപൊന്നും അത്ര പ്രൊഫഷണലായിട്ട് വായിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹിക്കുന്നത്, പാഷനേറ്റാണ്. സോ they were all so happy, very happy. തുടർന്ന് മലയാളത്തിൽ ശ്രീനിയെ കൊണ്ട് സജീവമായി. എനിക്ക് മലയാളത്തിൽ ഞാൻ പാടിയത് പിന്നെ രമേശ് നാരായണൻ പാടിയത് ബാസുരി. ഒരുപക്ഷെ ആ ഒരു പാട്ട് പാടാൻ വേണ്ടി ശ്രീനിയുടെ ഒരു സുഹൃത്തിങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. ബാസുരി ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ ഒരുപാടെനിക്കിഷ്ടമായി. ശ്രീനി എന്ന ഒരു ഗായകൻ, ശ്രീനി എന്ന സ്നേഹിതൻ, എല്ലാം വളരെ
ഒരു തനതായ വ്യക്തിത്വമുള്ള ഒരു ഗായകനും ഒരു സ്നേഹിതനുമാണ് പറയാം. ഇത്രയും നല്ല വശ്യതയുള്ള ശബ്ദമുള്ള താങ്കൾ എന്തുകൊണ്ട് നമ്മുടെ സിനിമാ സംഗീതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് റിയാലിറ്റി ഷോസിൽ കൂടുതൽ ജഡ്ജായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പാട്ട് പാടിയ ശേഷം ഉണ്ണിമേനോന്റെ ചോദ്യത്തിലേക്ക് വരാം. ബാസുരി ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കെ ഒരു പാടെനിക്കിഷ്ടമായി, അതു ചേർന്നു കേൾക്കും സാന്ദ്രമൃദംഗമെൻ ജീവൻ്റെ ആദിതാളം. ഓ ബാസുരേ ബാസുരേ. ഇത്ര മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ മലയാളിക്കും സംഗീതാസ്വാദകർക്ക് നൽകിയ ശ്രീനിവാസ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഗീതങ്ങളിൽ താല്പര്യമില്ലാതെ റിയാലിറ്റി ഷോകളിൽ ശ്രദ്ധ കൊടുക്കുന്നത്? അത് ജീവിതത്തിലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾ ഇമ്പ്രൂവ് ആകുമ്പോൾ കുറേ യു നീഡ് മണി ടു ലിവ് ലൈക്ക് ദാറ്റ്. സിമ്പിൾ സിമ്പിൾ. ആൻഡ് ദാറ്റ് ഇസ് വൺ തിങ്. റിയാലിറ്റി ഷോസ് ടേക്ക് കെയർ ഓഫ് യുവർ ബിൽസ്. അതൊന്ന്. രണ്ടാമത്, ഇറ്റ്സ് സോ നൈസ്. നമ്മൾ കുട്ടികൾ പാടി ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് നമുക്കൊരു ഒരു എനർജി ഉണ്ട്. ദാറ്റ് ഇസ് സംതിങ് എൽസ്. അത് കാശ് കൊണ്ട് യു കനോട്ട് കോമ്പൻസേറ്റ്. അപ്പോൾ ഉണ്ണിമേനോനൊരു പരാതിയുണ്ട്. അതായത് ശ്രീനിവാസിനെ പോലുള്ള ഇങ്ങനെയുള്ള ഗായകരൊന്നും പോയിട്ട് ഇങ്ങനെ റിയാലിറ്റി ഷോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ജഡ്ജായിട്ടിരുന്ന് സമയം കളയരുന്നു. നോ അത് ഇറ്റ്സ് എ നൈസ്. താങ്ക് യു ഉണ്ണി ഫോർ സേയിങ് ദാറ്റ്. ബട്ട് എനിക്ക് ഐ ഫീൽ ദാറ്റ് അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു റോളാണ് ഈ കുട്ടികളെ മോൾഡ് ചെയ്യുന്നതും. അപ്പോൾ രണ്ട് കാര്യം അത് നിവർത്തുന്നുണ്ട്. ഒന്ന്, പണത്തിൻ്റെ ആവശ്യം അത് നിറവേറ്റുന്നു. രണ്ട്, പുതിയ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുട്ടികളിൽ നിന്ന് പാടുമ്പോൾ അതെന്തൊരു സുഖമാണത് കേട്ട് നമുക്ക് ആസ്വദിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ റൂട്ടുകൾ. അതും വെൻ യു ടെൽ ദം സംതിങ് അത് കറക്റ്റായിട്ട് നമ്മൾ പറയുന്നത് എടുത്ത് അവർ വർക്ക് ചെയ്ത് വീണ്ടും വന്ന് പാടി അത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ. ഇപ്പോൾ എൻ്റെ ആൻറ്റി ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഐ ഹാവ് മെയ്ഡ് ഇറ്റ്. അല്ലേ? അതുപോലെ ഉണ്ടല്ലോ. ദീർഘകാലം ശ്രീനി ഗന്ധർവ സംഗീതത്തിൻ്റെ ഗന്ധർവ സംഗീതം ആയിരുന്നല്ലോ എനിക്ക് കേരളത്തിൽ. എന്നെ ശരിക്കും പോപ്പുലർ ആക്കിയത് കേരളത്തിൽ ആദ്യം ഗന്ധർവ സംഗീതം തന്നെയാണ്. അത് ഇപ്പോഴും നന്ദി. പുതിയ ഗായകരെ കണ്ടെത്തുന്നതിലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ശ്രീനിക്ക് യാതൊരു വിഷമവുമില്ല. പല ആൾക്കാർക്കും പുതിയ ആൾക്കാരിങ്ങനെ രംഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു വീർപ്പുമുട്ടലൊക്കെ ഉണ്ടാവും. പക്ഷേ ശ്രീനി അക്കാര്യത്തിൽ വളരെ തുറന്ന മനസ്സുള്ളതാണ്. ശരിക്കും ഞാൻ കുറേ ആൾക്കാർ ഇദ്ദേഹത്തിന് വളരെ ശ്രീനിക്ക് പരിചയം ഉണ്ടാവും. നോക്കിയാളെ കാർത്തിക്കിന് പറയാനുമുണ്ട്. കാർത്തികിന് ശ്രീനിയെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, പറഞ്ഞു തീരാൻ പറ്റുന്നില്ല. I have so much love and respect for him. He was the one who introduced me to Mr. A.R. Rahman, and he's been a mentor, and we've spent a lot of time together. He's especially in the initial part of my career, I think Srinivas sir helped me a lot, and here's me wishing him all the very best for a fantastic life ahead and a great career. Shini, ഒരുപക്ഷെ ഇതുപോലുള്ള പ്രതിഭകളിൽ നിന്ന് ഇങ്ങനെയുള്ള കാർത്തിക് ശരിക്കും ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു യങ്സ്റ്ററിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ വെറുതെ ഐ ഇൻട്രൊഡ്യൂസ് ഹിം ടു റഹ്മാൻ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട്
he has worked so much to come up, and today he's a star and beyond. എവിടെയോ എത്തിക്കഴിഞ്ഞു അയാൾ. He deserves all the success that he has got, and I'm very happy for him and always proud of him, of his musical growth. കാർത്തിക് is exemplary talent. ശ്രീനി പക്ഷേ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ പ്രോത്സാഹിപ്പിച്ച ശ്രീനിക്ക് ഇപ്പോൾ ചിന്മയുണ്ട്, ചിന്മയ ചിന്മയി ഓൾസോ. ഇവരൊക്കെ നമ്മൾ കാണും, അവരുടെ ടാലൻ്റാണ് നമ്മൾ കാണുന്നത്, വേറൊന്നും കാണുന്നില്ലല്ലോ. അവരുടെ ടാലൻറ്റ് കണ്ടിട്ട് പലരും വളർന്നു പോയ ശേഷം പിന്തിരിഞ്ഞ് നോക്കാറില്ല എന്നുള്ളൊരു പരാതി വല്ലതും ഉണ്ടോ? നമ്മൾ അങ്ങനെ ഒരു പരാതി ചെയ്യുന്നത് തെറ്റാണ്. എനിക്ക് ആഗ്രഹിക്കാൻ പാടില്ല. എനിക്കിഷ്ടമുള്ള ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ പരാതി കാണും. ഇങ്ങനെ ഞാൻ തന്നെ വളർത്തിവിട്ട ആൾക്കാർ എന്നെ നോക്കുന്നില്ല, എന്നെ മറന്നുപോയി എന്നുള്ള. ബട്ട് അതല്ല, ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. യു സീ ദർ ടാലൻറ്റ് ആൻഡ് യു പ്രൊമോട്ട് ദം ആൻഡ് ദ റെസ്റ്റ് ഇസ് അപ് ടു ദം. അല്ല, യു ഷുഡ് ബി ഹാപ്പി ദാറ്റ് ദേ ആർ ഡൂയിങ് വെൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും അവരെങ്ങനെ ചിന്തിക്കുന്നു, അവരിങ്ങനെ ഇതുപോലെ പരിഗണിക്കണമെന്നൊന്നും ഷീൻ ചിന്തിക്കാറില്ല. അവർക്ക് അവരുടെ ജീവിതം അവരുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു നിമിത്തമാകുന്നേ ഉള്ളൂ. ഡെഫിനറ്റ്ലി അവർ ഇറ്റ്സ് ദെയർ ലൈഫ്, നോ ഓൾവേസ്. നമ്മളൊരു നിമിത്തമാവുന്നു, അറ്റ് ദ റൈറ്റ് വേർഡ്. ഷീനി പക്ഷേ പല മേഖലയിലും കൈവച്ചിട്ടുണ്ട്. പരസ്യം, ഭക്തിഗാനങ്ങൾ, ഗസല്, ആൽബം, എവിടെയൊക്കെയാണ് കൈവെക്കാത്തത്? മ്യൂസിക് ഡയറക്ഷൻ, അതിലേക്ക് വരാം. റിയാലിറ്റി ഷോസ്, പരസ്യത്തിലേക്ക് പോകാം. പരസ്യം, we actually go way long back in our days of jingles, advertising jingles, and you've done a lot of jingles for me for Mani Sharma. എനിക്ക് ഈ അവസരത്തിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, എന്നോട് പലരും ചോദിക്കുന്ന ആഡ് ഫിലിം ആണോ ഫീച്ചർ ഫിലിം ആണോ കൂടുതൽ എൻജോയ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ശ്രീനിയോട് ചോദിക്കുന്നത്, ജിങ്കിൾ ആണോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാറുള്ളത്, അതോ പാട്ട് സിനിമയിൽ പാടുമ്പോഴാണോ? This is VK Prakash. VKP, no? He's wearing glasses. അപ്പോൾ എത്ര കാലമായി കണ്ടിട്ട്? ഒരുപാട് ഭയങ്കര, ബട്ട് കണ്ടിട്ട് കുറേ കാലമായി. ഐ സ്പോക്ക് ടു ഹിം ഫോണിൽ സംസാരിച്ച ഒരു 6-7 months മുമ്പ് ഫോണിൽ സംസാരിച്ചിരുന്നു. പക്ഷെ ജിങ്കിൾസ് ഒരുപാട് പാടിയിട്ടുണ്ട് ആദ്യം VKPക്ക്. ശ്രീനിക്ക് സിനിമാ സംഗീതമാണോ ഇഷ്ടം, ജിങ്കിൾസ് ആണോ ഇഷ്ടം എന്നാണ് VKP ചോദിക്കുന്നത്. പൈസയിനാണ് കൂടുതൽ കിട്ടുക ശരി? മ്യൂസിക്കായിട്ട് ഞാൻ കാണുന്നുള്ളൂ എല്ലാം. എനിത്തിങ് ദാറ്റ് എക്സൈറ്റ്സ് മീ ഇസ് ഗുഡ്. ഒരു ജിങ്കിൾ എക്സൈറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് നൈസ്, ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. ഞാൻ രാജീവ് മേനൻ ഒരുപാട് ജിങ്കിൾ ഞാൻ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഹാവ് എൻജോയ്ഡ് ദോസ് ജിങ്കിൾസ്. സംഗീത സംവിധാനം, ശ്രീനി എന്നുള്ള ഗായകൻ സംഗീത സംവിധായകനാണ്. പക്ഷെ രണ്ടും തമ്മിലൊരു പൊരുത്തമുണ്ടെങ്കിൽ ഒരു പൊരുത്തമില്ലായ്മയുണ്ട്. ഒരു ഗായകൻ സംഗീത സംവിധായകനാകുമ്പോൾ എന്ത് പ്രശ്നം അഭിമുഖീകരിക്കുന്നു? പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഒരു ഗായകൻ മ്യൂസിക് ഡയറക്ടർ ആകുമ്പോൾ ആ വോക്കൽ പോർഷൻ വിൽ ബി വെരി സ്ട്രോങ്. ഓർക്കസ്ട്രേഷനിൽ ഇപ്പോൾ എന്നെപ്പോലെ ആൾക്കാർക്ക് ഐ നീഡ് ലോട്ട് ഓഫ് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. കോഡ് നോളജ് വളരെ കുറവാണ് എനിക്ക്. സോ ഐ നീഡ് ഹെൽപ്പ് ഫോർ ഓർക്കസ്ട്രേഷൻ. ബട്ട് ട്യൂൺസ് ആർ മൈൻ. ഓർക്കസ്ട്രേഷനിൽ ഈവൻ ഒരു ഫ്ലൂട്ട് പീസിന് എനിക്ക് പറഞ്ഞു കൊടുക്കാം, ഒരു ഗിറ്റാർ പീസിന് പോലും പറഞ്ഞു കൊടുക്കാം. അതൊക്കെ ഐഡിയാസ് എൻ്റെ കയ്യിലുണ്ടാവും. സ്ട്രിങ്സ് ഓൾസോ എൻ്റെ ട്യൂൺ വെച്ച് ഞാൻ ഐ ക്യാൻ സേ. ബട്ട് വാട്ട് അബൌട്ട് ദ ഹാർമണി, ഐ നീഡ് സംബഡി ഫോർ ദാറ്റ്. അവിടെ ഒരു വാട്ട് യു കോൾ, ഇറ്റ്സ് നോട്ട് എ ഡിസഡ്വാൻറ്റേജ്, ഇറ്റ് ഇസ് ഐ നീഡ് സംബഡി ഫോർ ദാറ്റ്. ആൻഡ് എനിക്ക് നല്ല ടീമുണ്ട് അതിന്. ബട്ട് എൻ്റെ സ്ട്രെങ്ത് ഐ നോ വാട്ട് ഈസ് മൈ സ്ട്രെങ്ത് ഇൻ മേക്കിംഗ് എ മെലഡി ഫോർ എ സിംഗർ. അതാണല്ലോ മെയിൻ. അന്നത്തെ കാലത്ത് സിംഗേഴ്സ് ആയിരുന്നല്ലോ മ്യൂസിക് ഡയറക്ടേഴ്സ്. ദക്ഷിണാമൂർത്തി സ്വാമി ആയാലും, ദേവരായ മാസ്റ്റർ ആയാലും, ബാബുരാജ് ആയാലും, they were all great singers. They made tunes for singers, or the arrangement was done by somebody else. ഇത് ഇന്ന് ഗായകരുടെയൊക്കെ പ്രസക്തി അങ്ങ് നഷ്ടപ്പെടുകയാണ്. ശരിക്കും ഒരു മ്യൂസിക് അറേഞ്ച്മെൻറ്റും ശരിക്കും യെസ്.
യെസ്, ഇപ്പം ഗായകന് വേണം. ഗായകൻ ഒരുപക്ഷെ ഇനി ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ ഗായകൻ്റെയും ഗായികയുടെയും ആവശ്യമുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഐ വിൽ ടെൽ യു വൈ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മൾ റിയാലിറ്റി ഷോ ചെയ്യുമ്പോൾ യു ആർ ഓൺലി ഡൂയിങ് സിംഗർ ബേസ്ഡ് ഷോ അല്ല. നിങ്ങൾ യു നെവർ ഡു ഇൻസ്ട്രുമെൻറ്റ് ബേസ്ഡ് ഷോസ്. വൈ? ഒരു സിംഗർ പാടി കേൾക്കാൻ ആൾക്കാർക്ക് അത്ര ഇഷ്ടമാണ്. എങ്ങനെ പാടിയാലും കുറച്ച് ശ്രുതിയും താളവും ഇല്ലെങ്കിലും ഒരു സിംഗർ അല്ലെങ്കിൽ പോലും ഒരാൾ പാട്ട് പാടുന്നത് ആൾക്കാർക്ക് കാണാൻ വളരെ കൗതുകമാണ്. അതൊരു ദാറ്റ് ഈസ് സംതിങ് എൽസ്. പണ്ടൊക്കെ ഒരു സംഗീത സംവിധാനം അല്ലെങ്കിൽ ലിറിക്സ് അതോടൊപ്പം അല്ലെങ്കിൽ അതിന് മേലെ നിന്നിരുന്നു ഗായകൻ. പിന്നീട് ആ സ്ഥാനം കുറഞ്ഞു. ഇന്ന് ഗായകനൊരു നിമിത്തം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഉപകരണം അതുപോലെയായി മാറി. തിരിച്ചറിയുന്നുണ്ടോ ശ്രീനി? അതുകൊണ്ടാണോ ശ്രീനി ഒരു സംഗീത സംവിധാനത്തിലേക്ക് കൈവച്ചത്? അറിഞ്ഞൂടാ, അതൊന്നും ഞാൻ ആലോചിക്കാറില്ല. ഐ ഡോണ്ട് തിങ്ക്. ഞാൻ വളരെ ഇൻസ്റ്റിങ്ക്റ്റീവായിട്ടൊരു പേഴ്സൺ. എന്ത് വേണമെങ്കിൽ 10 ഗായകരെ കൊണ്ട് ഓരോ വരി പാടിപ്പിച്ച് എവിടെയെങ്കിലും കൂട്ടി യോജിപ്പിച്ച് നട്ടും ബോൾട്ടും ഇട്ടിട്ട് പാട്ടിറക്കാം. ബട്ട് അൾട്ടിമേറ്റ്ലി ഒരു പാട്ട് ഒരു നല്ല ട്യൂൺ ഒരു നല്ല സിംഗർ പാടിക്കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ മാറ്റം വേണമെങ്കിൽ സംഗീത സംവിധായകർ മാറ്റാം, വേറൊരു ഫ്രീക്വൻസി എന്ത് വേണമെങ്കിലും ചെയ്യാം. ബട്ട് ഒരു നല്ല ട്യൂൺ ഒരു നല്ല സിംഗർ പാടുമ്പോൾ ദാറ്റ് ഇസ് സംതിങ് എൽസ്. അതുപോലെ ഒരു എഫക്റ്റ് വേറെ ഒന്നിനും വരാൻ പോകുന്നില്ല. ആദ്യത്തെ ഒരു സംഗീത സംവിധാനം നിർവഹിച്ചപ്പോൾ ശ്രീനിക്ക് ആ ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ? ഒരുപാട് കിട്ടി. അത് കഴിഞ്ഞിട്ട് കേൾക്കും. പിന്നെ തമിഴായിരുന്നില്ലേ ആദ്യം ചെയ്തത്? ഇനി നാണില്ലേ ഏനി ரொம்ப அழகா இருக்க. ആ പാട്ട് ഹിറ്റായി അല്ലേ? ആ പാട്ട് വലിയ ഹിറ്റായി. ഓർമ്മയുണ്ടോ ശ്രീനി ആ പാട്ട്? ഇനി നാനും നാനില്ലേ ഇയൽபாக ஏனில்லை சொல்லடி சொல்லடி முன்போல நான் இல்லை முகம் கூட எனதில்லை ஏனடி ஏனடி நானும் நீயும் ஏனோ இன்னும் வேறு வேறா தூரம் என்ற சொல்லை தூக்கில் போட்டு கொள்ள நீ வாராய் புறையேறும் போதெல்லாம் தனியாக சிரிக்கின்றேன் அது ஏனடி. സുജാതയാണ് കൂടെ പാടുന്നത്. മലയാളത്തിൽ സീതാ കല്യാണം. എന്താ ശ്രീനിക്ക് തോന്നിയത് മലയാളത്തിലും കൂടി ഒരു സംഗീത സംവിധാനം ചെയ്തപ്പോൾ? സോ ഹാപ്പി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇതൊക്കെ നടക്കുമെന്ന്. ഞാൻ വിചാരിച്ചില്ല. ദാറ്റ്സ് വൈ ഐ എം സേയിങ്. ഞാൻ അത്ര ഹാപ്പിയാണ്. ഇപ്പോഴൊരു തമിഴിലൊരു ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മ്യൂസിക്. അതായിരിക്കും രാജീവ് മേനോൻ ഒരു ചോദ്യമുണ്ട്, ചോദിക്കട്ടെ രാജീവ്. എനിക്ക് കമ്പോസിംഗ് ആണോ അല്ല പാട്ട് പാടുന്നതാണോ ഇഷ്ടം? വാട്ട് ഈസ് യുവർ ട്രൂ ലവ്? ബോത്ത്. ഒരു നല്ല പാട്ട് പാടാൻ ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. കമ്പോസ് ചെയ്യാനും വളരെ വളരെ ഇഷ്ടമാണ്. ഹൗ ക്യാൻ യു സെപ്പറേറ്റ് ദ ടു? എനിക്കത് പറ്റില്ല. പക്ഷേ എങ്കിലും ശരിക്കൊരു ഒരു ഫസ്റ്റ് ലവ് ഉണ്ടാവില്ലേ? ഫസ്റ്റ് ലവ് എപ്പോഴും സിംഗിങ് തന്നെയാണ്. സിംഗിങ്. ബട്ട് ആസ് യു ഗ്രോ ഓൾഡർ, വെൻ യു ക്രോസ് 50, നിങ്ങൾ പറയണു എൻ്റെ വോയിസ് അതുപോലെ തന്നെ ഉണ്ടെന്നൊക്കെ. ബട്ട് ഐ റിയലൈസ് ദാറ്റ് ഇസ് എ സ്ലോ ഡൗൺ. മനസ്സ് ഇത് ഈ സാധനം ഇസ് കമ്മിങ് സ്റ്റിൽ ഫോസ്റ്റ്. ഇപ്പോൾ ഒരു സംഗതി പാടാനോ ആ നോട്ടിലേക്ക് എത്താനോ ഇറ്റ് ഈസ് നോട്ട് ആസ് ഈസി ആസ് ഇറ്റ് വാസ് ബിഫോർ. ആസ് യു ഗ്രോ ഓൾഡ് ഫോർ എനിബഡി. അപ്പോൾ കമ്പോസിങ് നമ്മുടെ പാട്ട് നല്ല ഒരു യങ്സ്റ്ററിനെ കൊണ്ട് പാടിച്ച് അത് നന്നാക്കാനേ നോക്കുകയുള്ളൂ എപ്പോഴും. സീതാ കല്യാണത്തിലെ പാട്ടും വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ടായിരുന്നു. സീതാ കല്യാണത്തിൽ ഞാൻ പാടിയില്ല. അത് ദിനേശ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടുണ്ട്. ഒരു പാട്ട് എനിക്ക് പാടായിരുന്നു. ദിനേശ് സൗണ്ട് എഞ്ചിനീയറാണ്. ബട്ട് ഹീസ് എ ബ്യൂട്ടിഫുൾ സിംഗർ. ഇതിൽ വൈശാലിയിൽ നേരത്തെ പാടി. അത് കഴിഞ്ഞിട്ട് മലയാളം മറന്നു. മലയാളിയാണ് പുള്ളി. കംപ്ലീറ്റായിട്ട് മറന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയി. എനിക്കൊന്നും വേണ്ട, ഞാൻ വേണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു ട്രാക്ക് പാടാം,
അത് എനിക്കൊരു CD ആക്കി താ, അത് മതി എന്ന് പറഞ്ഞു. നീ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പഠിച്ചിട്ട് ഉള്ള പാട്ടാണ് ദൂരെ ദൂരെ വാനിൽ നീ മിന്നൽ പൊന്നായുതിരവേ നീ പറയാൻ വൈകിയോ രാമഴ പോലാശകൾ ദൂരെ ദൂരെ വാനിൽ നീ. വെരി ആർ.ഡി. ബർമൻ. ബട്ട് ദിനേഷ് സച്ച് എ ഗുഡ് സിംഗർ. ബട്ട് ആരും യൂട്ടിലൈസ് ചെയ്തിട്ടില്ലല്ലോ ദിനേഷിനെ. ഇതൊക്കെ ശ്രീനി ഓരോരുത്തരും കിട്ടുന്ന ബ്രേക്കാണ്, ലക്കാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. എനിക്കൊരു രജനി, ഒരു റഹ്മാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞേനെ, ഞാൻ പറഞ്ഞില്ലേ നിന്നോട്. ഭാര്യയും പറഞ്ഞേനെ. ഞാനിപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തെങ്കിലും മനസ്സിൽ ഞാനത് വേണ്ടെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. കൊള്ളാം, നിങ്ങൾ അങ്ങനെ പറ, എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. ശ്രീനി ആൽബം മേഖലയിലും കൈവച്ചു. ഒരുപക്ഷെ നമുക്ക് ശ്രീനിയുടെ ഒരു സൃഷ്ടി നമുക്ക് കാണാം. തത്സവിതൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. നാഷണൽ ഇൻ്റഗ്രേഷൻ, റിലീജിയസ് ഇൻ്റഗ്രേഷൻ. സോ അപ്പോൾ അന്നേ തുടങ്ങിയതാണിത്, ഈ റാഷണലിസം. ഈ യുക്തിവാദം വന്നേ ഉണ്ട്, ഈ സെക്യുലറിസം വന്നേ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീനിയുടെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും നന്നായിട്ട് നയതന്ത്രജ്ഞത പാലിച്ചപ്പോൾ ശ്രീനി പക്ഷേ അങ്ങനെയൊന്നും പാലിച്ചില്ല. ശ്രീനി ഉള്ളതുകൊണ്ട് വാട്ട് എവർ യു ഫീൽ യു സ്പീക്ക് ഔട്ട്. യെസ്. ചില ആൾക്കാർ ഉപദേശിക്കുന്നുണ്ട്, ഒരാൾ ഉപദേശിക്കുന്നുണ്ട്, ശ്രീനി കുറച്ചും കൂടി നയചാതുര്യം വേണ്ടേ എന്ന്. ഹായ് ശ്രീനി, നമ്മൾ പരിചയപ്പെട്ടിട്ട് ഒരു 25-26 വർഷമായി കാണും അല്ലേ? ഈ ഒരു സുഹൃത്ത് ബന്ധം ഞാൻ ഒരുപാട് വിലമതിക്കുന്നു. എനിക്കെപ്പോഴും തോന്നാറുണ്ട് ശ്രീനി മറ്റുള്ളവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ശ്രീനി എന്ന മനുഷ്യനെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം ശ്രീനി മനസ്സിലെന്ത് തോന്നുന്നു അത് വിളിച്ചു പറയും. അത് കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക്കായിട്ട് ഡീൽ ചെയ്തുകൂടെ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തു പറയണു, കുറച്ചും കൂടി ഡിപ്ലോമസി ആവശ്യമില്ലേ? എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് സുജാത. ഷീ ഓൾവേസ് ഹാസ് മൈ ഗുഡ് ഇൻ ഹർ ഹാർട്ട്. ബട്ട് ഐ തിങ്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഞാനായിട്ട് തന്നെ ജീവിക്കണമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞെങ്കിലും അതൊരു കുറ്റമായിട്ടോ അങ്ങനെയല്ല പറയുന്നത്. എനിക്ക് തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഐ ഡോണ്ട് ഹോൾഡ് മൈസെൽഫ് ഇൻ വെരി ഹൈ എസ്റ്റീം. ഞാനൊരു വലിയ മനുഷ്യനാണ്, എനിക്ക് വാട്ട് എവർ ഐ സേ ഇസ് അങ്ങനെയല്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ശ്രീനി പറഞ്ഞു പോയിട്ട് വേണ്ടായിരുന്നു, എന്തിനാണ് വെറുതെ ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരുമായിട്ട് പറഞ്ഞതിന് മുകളിൽ മുഷിയുന്നു. ചിലപ്പോൾ മുഷിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ യു ഡു അബൌട്ട് ഇറ്റ്? അങ്ങനെ അടുത്ത കാലത്തായിട്ട് മുഷിഞ്ഞ എവിടെയാണ്? എനിക്കൊന്ന് രണ്ട് അനുഭവങ്ങളൊക്കെ അറിയാം, പക്ഷേ അത് പറയുന്നില്ല ഇവിടെ. എനിക്ക് അങ്ങനെ മുഷിഞ്ഞ ആൾക്കാരൊന്നും സുജാതയെ പോലുള്ള ആൾക്കാരെ പറയാം ശ്രീനി വേണ്ട വെറുതെ എന്തിനാ നമ്മൾ. ഷീ ഈസ് ഓൾവേസ് വെരി കെയർഫുൾ. കുറച്ച് ഓവർ കെയർഫുൾ ആണോ സുജാത? ഷീ ഈസ് വെരി കെയർഫുൾ. ഐ കനോട്ട് ബി ലൈക്ക് ഹർ. ഷീ ഈസ് എ ഗ്രേറ്റ് ഡിപ്ലോമാറ്റ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. ഗ്രേറ്റ് ഡിപ്ലോമാറ്റ്. വേണമെങ്കിൽ നമുക്ക് അമേരിക്കയിൽ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് അയക്കാൻ പറ്റുമോ? അബ്സല്യൂട്ട്ലി. സുജാത കോംപ്ലിമെന്റ് ആട്ടോ ഇത്. മോസ്റ്റ് ബ്രില്യൻറ്റ് പേഴ്സൺ ദാറ്റ് ഐ ഹാവ് സീൻ. ഒരുപക്ഷെ ഇപ്പോൾ ഒരു വിവാദം വരുന്നുണ്ടല്ലോ ശ്രീനിവാസൻ, അതായത്
ഈ പറഞ്ഞ പോലെ റോയൽറ്റി ഞങ്ങൾ ഗായകർക്ക് കിട്ടണം, ഇതൊക്കെ അതിൽ മുഷിഞ്ഞോ ആരെങ്കിലും? ഞാൻ പറഞ്ഞു അതിൽ ശ്രീനിയല്ലേ കുറച്ച് ഫോർഫ്രണ്ടിൽ നിൽക്കണേ ഇപ്പോൾ ഗായകർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഗായകർക്ക് വേണ്ടിയുള്ള ഫോർഫ്രണ്ട് അല്ല. ഈ ഒരു സംഭവം 1957 ഈ കോപ്പിറൈറ്റ് ആക്ട് വന്നത്. അപ്പോൾ ആ സമയത്ത് മ്യൂസിക് ഡയറക്ടേഴ്സിനും ലിറിസിസ്റ്റിനും മാത്രം റോയൽറ്റി കൊടുക്കാം എന്നുള്ള കാര്യം നിശ്ചയിച്ചു. സിംഗേഴ്സിന് വോക്കൽ ഇൻസ്ട്രുമെൻ്റായിട്ട് മിസ്ച്യൂസായിട്ട് ഇട്ടു മ്യൂസിക് കമ്പനീസ്. ബട്ട് എ സിംഗർ ക്യാൻ നെവർ ബി കോൾഡ് എ വോക്കൽ ഇൻസ്ട്രുമെൻറ്റ്. സോ ഇത് ഒരുപാട് വിവാദങ്ങൾ വന്നു ആ സമയത്ത്. അപ്പോൾ സുപ്രീം കോർട്ടിൽ 1977 ജസ്റ്റിസ് VR കൃഷ്ണയർ ദ ഗ്രേറ്റ് ഹീ സെഡ് ഒരു പാട്ട് എന്ത് കമ്പോസ് ചെയ്താലും എന്ത് എഴുതിയാലും ഒരു സിംഗറിൻ്റെ സോൾ, സിംഗറിൻ്റെ റെൻഡിഷൻ കൊണ്ടാണ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തുന്നത്. സോ എ സിംഗർ ഇസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവർക്ക് രണ്ടുപേർക്കും കിട്ടുമ്പോൾ സിംഗറിനും റോയൽറ്റി കിട്ടണം എന്നുള്ള ഒപ്പീനിയനാണ് എൻ്റെ ഈ കോർട്ടിൻ്റെ, സുപ്രീം കോർട്ടിൻ്റെ. ബട്ട് ഈ ഡെസിഷൻ എടുക്കേണ്ടത് പാർലമെൻറ്റാണ്. ആ പാർലമെൻറ്റ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ വേറെ എന്തൊക്കെയോ പാർലമെൻറ്റ് പിന്നെ എടുത്തു. പിന്നെ 2012 എടുത്ത് അന്ന് ജസ്റ്റിസ് VR കൃഷ്ണയർ പറഞ്ഞ് അംഗീകരിച്ച് സിംഗേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തു ഈ സാധനത്തിലേക്ക്. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് been going on, and for so many years music directors-നും lyricists-നും royalties കിട്ടുന്നുണ്ട്. Today the singer is also included. Now you tell me, താമസമെന്തേന്നുള്ള പാട്ട് ബാബുക്ക നമുക്ക് മറക്കാൻ പറ്റില്ല, P. ഭാസ്കരൻ മാസ്റ്ററിനെ മറക്കാൻ പറ്റില്ല. Can you take Dasaran away from that song? You cannot. സൂര്യകാന്തി എന്ന് you cannot take S. Janaki Amma. വേണ്ട. ജാസി ഗിഫ്റ്റ് made music for ലജാവതി, പക്ഷേ ആ സിംഗർ ജാസി ഗിഫ്റ്റിന് can you take him away? ശരി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറുപക്ഷം പറയുന്നൊരു കാര്യം, ഈ പാട്ടുകളും കൊണ്ട് നിങ്ങൾ ലോകം മുഴുവൻ ചുറ്റിയടിച്ചു, സ്റ്റേജ് ഷോകളിൽ പാടി പണമുണ്ടാക്കിക്കൊണ്ടിരിക്കണു. സ്വെറ്റ് ഇക്വിറ്റിയാണ് അത്, സ്വെറ്റ് മണിയാണത്. യു ആർ സ്വെറ്റിംഗ് ഓൺ സ്റ്റേജ്, സിംഗിങ്. ദർ ആർ സോ മെനി തിങ്സ് ദാറ്റ് യു ആർ നമുക്ക് അവരുണ്ടാക്കിയ പാട്ട്, അവർ കമ്പോസ് ചെയ്ത്, അവർ ആത്മാവ് നൽകിയ, അവർ നൽകിയ വരികൾ, അവർ നൽകിയ സംഗീതം, അത് വെച്ചുണ്ടാക്കിയ പാട്ട് നിങ്ങൾ പിന്നീട് ഒന്നാമത് ആരുണ്ടാക്കിയാലും പിന്നെ മൈനസും പാടി ആരുണ്ടാക്കിയാലും അവർക്ക് ഈ റോയൽറ്റീസ് പോകുന്നുണ്ട്. ഒരാൾ പാടുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ പാട്ട് സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ഇസ് ഗെറ്റിംഗ്, ഇന്നിപ്പോൾ പാടുമ്പോഴും ദ മ്യൂസിക് ഡയറക്ടർ ദ ലിറിസിസ്റ്റ് ആർ ഗെറ്റിംഗ് ഈ റോയൽറ്റി. ഇനി അവരൊന്നും കൂടി പറഞ്ഞു, ഇവര് പാട്ട് പോലും ഇല്ല, ഇപ്പം വെറുതെ ലിപ് മൂവ്മെന്റ് കാണിച്ച് പൈസ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഷ്ടം, അത് വളരെ കഷ്ടമാണ്. അത് മോശമാണ്. മൈമിങ് ഇസ് റിയലി ബാഡ്. അൺലെസ് അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയ പാട്ട് പാടി പൈസ ഉണ്ടാക്കുന്ന പോട്ടെ, സ്റ്റേജിൽ കയറിയിട്ട് ലിപ് മൂവ്മെന്റ് കാണിച്ചിട്ട്. ഒരു കാര്യം ഞാൻ പറയുന്നത്, ഐ ഡോണ്ട് തിങ്ക് ഇതൊരു നോൺ കോൺട്രവേഴ്ഷ്യൽ സാധനമാണ്. ഇത് റോയൽറ്റി ഫോർ സിംഗേഴ്സ് ആയിക്കഴിഞ്ഞു, ലോ വന്നു കഴിഞ്ഞു. അതിനൊരു റോയൽറ്റി കളക്ഷൻ സൊസൈറ്റി. ചില ആൾക്കാർക്ക് സീനിയോട് വിഷമമുണ്ടായോ? ചില സംഗീത സംവിധായകന്മാർക്ക് ഉണ്ടായെന്ന് തോന്നുന്നു. ചില ആൾക്കാർ മുഖം വീർപ്പിച്ചിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് വിഷമം ഉണ്ടായിരിക്കാം. ചില ആൾക്കാർ വിളിച്ചോ ഫോണിൽ? ചില ആൾക്കാർ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങ് പറഞ്ഞു ഇങ്ങനെ സിംഗേഴ്സ് അങ്ങനെ അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഇത് ലോ ആയി കഴിഞ്ഞു, ഇത് നമ്മളല്ല അത് ചെയ്യുന്നത്, ഇതൊരു റോയൽറ്റി കളക്ഷൻ സൊസൈറ്റി മാത്രമാണ്. മുഷിഞ്ഞോ സംസാരിച്ചിട്ട്? മുഷിഞ്ഞൊന്നുമില്ല. അവർക്ക് മുഷിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ക്ലിയർ ആയിട്ട് ആൾക്കാർ ടെലിവിഷനിൽ പറഞ്ഞു, ആഞ്ഞടിച്ചു ഷീനിക്കെതിരെ. അത് എന്ത് ചെയ്യാൻ പറ്റും? അത് ദാറ്റ്സ് ഓക്കെ. ഇത് ആക്ച്വലി യു ഷുഡ് അക്സെപ്റ്റ് ഇറ്റ്. മ്യൂസിക് ഡയറക്ടർ. ഇനി ഞാൻ പട്ടിയിലേക്ക് വരാം. നിങ്ങളെപ്പോലുള്ള ഗായകന്മാർ ഇൻവെർട്ടർ കോമയാട്ടോ സ്റ്റേജ് ഷോകളിൽ ചുണ്ടനക്കിയിട്ട് പൈസ മേടിച്ചുകൊണ്ട് പോകും. ഞാൻ പാടിട്ടില്ല, അങ്ങനെ പാടില്ല. ഐ ഹാവ് നോട്ട്. ഷീനി പാടി എന്നല്ല പറഞ്ഞു, ഇൻവെർട്ടർ കോമയിലിട്ട്. ഇൻവേർട്ടഡ് കോമ. എന്താ ഷീനിയുടെ അഭിപ്രായം അതിനെക്കുറിച്ച്? മയം ചെയ്യരുത്. അൺലെസ് നിങ്ങളുടെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ തൊണ്ട അത്ര പാടാൻ പറ്റാത്ത, നിങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതാണെങ്കിൽ പാടാൻ പോകരുത്. അബ്സല്യൂട്ട്ലി പാടരുത്. പാടരുത്. ജസ്റ്റ് സ്റ്റോപ്പ് സിംഗിങ്.
ഡോണ്ട് ഡു ഇറ്റ്. മൈമിങ് ഈസ് എ വെരി ബാഡ് തിങ്. മൈമിങ് വളരെ മോശമാണ്. ഒരുപക്ഷെ റോയൽറ്റി വിഷയത്തിൽ ശ്രീനി കാണിച്ചിട്ടുള്ള ഈ വീറും വാശിയും ഈ സ്റ്റേജ് ഷോകളിൽ പോയി മൈമ് ചെയ്യുന്ന സഹപ്രവർത്തകരായിട്ടുള്ള ഗായകരെക്കുറിച്ചും ഗായികരെക്കുറിച്ചും അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ശ്രീനി ശ്രമിച്ചോ? ഈ കാണിക്കുന്നത് ശരിയല്ല, ഇപ്പൊ കാണിക്കുന്ന കോപ്രായമാണ്, അത് അനീതിയാണ്. എൻ്റെ ഒപ്പീനിയനാണിത്. ഓരോ ആൾക്കാർക്കും ഓരോ ഒപ്പീനിയൻ കാണുമല്ലോ. ഹു am I to say that they should not do it? I won't do it. അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ തയ്യാറല്ല. Why should I do it? I'm nobody to tell anybody. അത് ശരിയായൊരു സമീപനമാണോ ശ്രീനി? തെറ്റാണ്. മഹാതെറ്റാണ്. എന്തൊക്കെ റെപ്യൂട്ടേഷൻ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. പ്രേക്ഷകരെ വഞ്ചിക്കുകയാണ്, പ്രേക്ഷകരെ കഴുതുകളാക്കുകയാണ്. അത് തെറ്റാണ്. അത് തെറ്റാണ്. ദാറ്റ്സ് വെരി റോങ്. ശ്രീനി, സുജാത പറഞ്ഞത് മറക്കുകയാണോ? ഏതാ? ഡിപ്ലോമസി. അല്ല, അത് തെറ്റാണ്. എൻ്റെ ഒപ്പീനിയനിൽ അത് തെറ്റാണ്. മൈ ഒപ്പീനിയൻ. മൈമിങ് ചെയ്യാൻ പാടില്ല. ശ്രീനിക്ക് സവിശേഷമായൊരു സിദ്ധിയായിട്ട് ചിലർ പറഞ്ഞ ഗസലിനോടുള്ളൊരു ആഭിമുഖ്യം. ഇപ്പം മേദി ഗസലിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞു, ഒരുപക്ഷെ ശ്രീനി ആരാധിക്കുന്ന ആൾക്കാരാണ്. ഒരാൾക്കൊരു ചോദ്യമുണ്ട്. ശ്രീനി സാർ ഏറ്റവും അധികം ആരാധിക്കുന്ന ആർട്ടിസ്റ്റ് ഒരുപക്ഷെ മെഹദി ഹസൻ സാബായിരിക്കും. മെഹദി ഹസൻ സാബിന് ട്രിബ്യൂട്ടായിട്ട് അദ്ദേഹം ഒരു ബ്യൂട്ടിഫുൾ ആൽബം ഇറക്കിയിട്ടുണ്ട്. അതിൽ എൻ്റെ ഫേവറേറ്റ് ഗസലുണ്ട്, ഭൂലി ബിസ്രി. ഈ പാട്ടൊരു 2 വരി എനിക്കും പ്രേക്ഷകർക്കും വേണ്ടി പാടണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഗായത്രി പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഗായത്രി ശ്രീനി സാർ എന്ന് വിളിക്കുന്ന ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം. അല്ലെങ്കിൽ ശ്രീനി തന്നെയാണ്. ശ്രീനി എന്ന് വിളിച്ചാൽ തന്നെ അത്ഭുതം അല്ലേ? ഗായത്രി മര്യാദക്കാരിയായി. നിങ്ങൾ കാരണം ഗായത്രി ഞാൻ ഇവിടെ ഇരുത്തിയിട്ട് കുറച്ച് മര്യാദ പഠിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിന് വന്നിരുന്നല്ലേ? എനിവേ, ഗായത്രി is a great, she is one great, amazing, focused musician. അപ്പോൾ ആ പാട്ട് बिसरी चंद उम्मीदें चंद फसाने याद आए, तुम याद आए और तुम्हारे साथ ज़माने याद आए, बिसरी चंद उम्मीदें. ശ്രീനിയുടെ ഈ ഗസലിനോടുള്ള ആഭിമുഖ്യത്തെ പല ആൾക്കാരും ഇഷ്ടപ്പെടുന്നുണ്ട്. അതിലൊരാളെയും കൂടി ഞാൻ കൊണ്ടുവരണം. വരുന്നു. ഹായ് ശ്രീനിവാസ്, ഞാൻ കാണുമ്പോൾ പതിവായി പറയുന്ന കാര്യം നടപ്പിലാക്കിയോ? ഹാർമോണിയമായിരുന്ന് വായിച്ചു പാടുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീനിവാസൻ എൻ്റെ സ്വപ്നത്തിലാണ്. അത് യാഥാർത്ഥ്യമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ ഉടനെ. ശ്രീനി, ഉമ്പായുടെ ഒരു സ്വപ്നമാണ്. സാധാരണ അവരൊക്കെ അവരെക്കുറിച്ചാണ് സ്വപ്നം കാണുന്നത്. പക്ഷെ ഉമ്പായി ഇപ്പം സ്വപ്നം കാണുന്നത് ശ്രീനിയെക്കുറിച്ചാണ്. അല്ല, അത് ഞാൻ മെഹദി ഹസൻ്റെ ഗസൽസിൻ്റെ പ്രോഗ്രാം മട്ടാഞ്ചേരിയിൽ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അവിടെ എല്ലാം അതുപോലത്തെ എനിക്കൊരു കിട്ടിയൊരു എന്തൊരു സുഖമാണ്. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ നമ്മൾ ഗസൽസ് പാടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് കിട്ടുന്നത്. ഈ ബോഡിയിൽ നിന്ന് സ്ട്രെസ്സും ഈ സാധനങ്ങളൊക്കെ റിമൂവ് ബിക്കോസ് ഓഫ് ദ പീപ്പിൾ. അവിടുത്തെ ഈ അവർ തരുന്നൊരു എനർജി മുംബൈ സാറൊക്കെ ഉണ്ടാവും റൈറ്റ് ഇൻ ഫ്രണ്ട്. അവർക്കെല്ലാ പാട്ടുകളും അറിയാം. ആൻഡ് ഈ പാട്ടുകൾ പാടി ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഈ മുംബൈ സാർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഹാർമോണിയം വായിച്ച് പാടണം, എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ ഇങ്ങനെ ഹാർമോണിയം വായിച്ച് ഗസൽ പാടുന്നത്. ഞാൻ പറഞ്ഞു, ഹാർമോണിയം എൻ്റെ കയ്യിൽ പഴയൊരു ഹാർമോണിയം ഉണ്ട്, പുതിയൊരു ഹാർമോണിയം. അപ്പോൾ ഞാൻ പറഞ്ഞു, പുതിയൊരു ഹാർമോണിയം ഇപ്പം തന്നെ മേടിക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹാർമോണിയം അപ്പം തന്നെ മേടിച്ച് എറണാകുളത്ത് നിന്ന് മേടിച്ച് ഞാൻ കൊണ്ടുപോയി.
ചെന്നൈയിൽ. പക്ഷേ ഇതുവരെ ഞാനത് കറക്റ്റായിട്ട് വായിച്ചിട്ടില്ല. സോ അൺഫോർച്ചുനേറ്റ്ലി മുംബൈ സർ, ഐ എം സോ സോറി ദറ്റ് ഞാനത് ഹാർമോണിയം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നോക്കും. ബട്ട് ഹാർമോണിയം വായിച്ച് ഗസൽ പാടാനായിട്ട് ഇനി ഒരു ജന്മം കൂടി വേണം തോന്നുന്നു എനിക്ക്. ബിക്കോസ് ഞാൻ അഗെയിൻ ഐ എം സേയിങ്, എനിക്ക് നാച്ചുറലായിട്ട് വരുന്ന സാധനം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ദാറ്റ് ഈസ് എ റോങ് തിങ്. കുറച്ച് പരിശ്രമം എന്നുള്ള കാര്യം വേണം. ഇതുവരെ അങ്ങനെ ഒരു സാധനമല്ല. ഐ ഡോണ്ട് absolutely no hard work. Whatever comes to me naturally, I keep on doing it. മുംബൈയുടെ പക്ഷേ സ്വപ്നം എപ്പോഴെങ്കിലും ഒന്ന് പൂവണിയണം. ശരി, നോക്കാം. ഒരു അടുത്തൊരു 10 കൊല്ലം. 10 കൊല്ലം. ഈ 10 കൊല്ലമാണ് ഷീനയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. 10 കൊല്ലം മാർക്കറ്റിംഗ് ഉണ്ട്, 10 കൊല്ലം ഹിന്ദിയിലേക്കുള്ള പ്രയാണം. ഷിനി പറഞ്ഞ പോലെ വൈകിയാണ് എത്തിയെങ്കിലും ഷിനിക്ക് അക്കാര്യത്തിൽ അഹങ്കാരത്തിനൊരു കുറവുണ്ടായിരുന്നില്ല. ദിൽ ചാത്തെ പോലുള്ള ഹിന്ദിയിലുള്ള പ്രകടനങ്ങൾ. ദിൽ ചാത്ത ശങ്കർ, ദിൽ ചാത്ത लगान. कैसी है ये रुत की जिसमें फूल बन के दिल खिले घुल रहे हैं, रंग सारे घुल रही है खुशबुएं, चांदनी झरने घटाए गीत बारिश तितलियां हम पे हो गए हैं सब मेहरबान. कैसी है ये रुत की जिसमें फूल बन के दिल खिले. ഷീനി എവിടെ ഇരുന്നാലും ഷീനിയെക്കുറിച്ച് പല ആൾക്കാരും പല സമയത്തും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. അത് ഭാഗ്യമാണ്. ഷീനി ഒരു പെർഫോമറാണ്, ഒരു ഓൾറൗണ്ടറാണ്. ഐ ഡോണ്ട് നോ ബട്ട് ഐ എം ലക്കി ഓൾസോ. ഷീനി ഇപ്പോൾ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞാൽ കൊണ്ട് തിമിർത്താടും. അതൊരു ആരെ പറഞ്ഞു റബ്ബർ പന്ത് പോലെയാണ് ഷീനിക്ക് യാതൊരു കുഴപ്പമില്ലെന്നോ. അതൊക്കെ ശങ്കർ മഹാദേവൻ, സുഖ്വീന്ദർ സിംഗ്, അവരൊക്കെ റിയൽ പെർഫോമൻസ്. ഷീനി മോശക്കാരൊന്നുമല്ല. ഞാൻ ഓക്കെ. എന്നാ നോക്കിയാലേ എങ്ങനെയാണെന്നുള്ളത്. सुन मितवा तुझको क्या डर है रे, धरती अपनी है अपना अंबर है रे. ओ मितवा सुन मितवा तुझको क्या डर है रे, धरती अपनी है अपना अंबर है रे. ओ मितवा सुन मितवा. ഇത് ഡാൻസാണത്. ഷീനി ചാടിയതിനേക്കാളും വലിയൊരു ചാട്ടം ചാടുന്ന ഒരാളെ നടുഭാഗത്തുണ്ടായിരുന്നു. അന്ന് ചാട്ടം തുടങ്ങിയിട്ടില്ലായിരുന്നു. അന്ന് തുടങ്ങിയില്ല. റിമി ടോമി. ഷീനി ഇപ്പോഴിങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിരിക്കുകയാണ്. ഇങ്ങനെയായിരുന്നോ പണ്ട് ഷീനി? മേ ബി നോട്ട്. എനിക്ക് സംശയമുണ്ട്. മേ ബി നോട്ട്. നമ്മളൊരു സ്മോൾ ടൈം വരട്ടെ. ചെറിയൊരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ. ശ്രീനെ എപ്പോൾ ഞാൻ കോമ്പറ്റീഷന് കാണുമ്പോൾ അന്നൊരു ചെറിയൊരു ടൈനി ബോയാണ്. പൊക്കവും വണ്ണമൊക്കെ ഒന്നുമില്ലാതെ ചെറിയൊരു കുട്ടിയാണ്. ശ്രീനി ഏത് കോമ്പറ്റീഷന് വരുമ്പോഴും നല്ലോണം പാടുമെങ്കിലും ഭയങ്കര പെപ്പറാണ്. ഏത് സമയം കൈ ഇങ്ങനെ കുടഞ്ഞുകൊണ്ടേയിരിക്കും. ആ സ്വഭാവം ഇപ്പോഴൊക്കെ കാണാറുണ്ട്. എന്താണ് ഇപ്പോഴും ടെൻഷൻ ആയിട്ടാണോ അല്ലാതെ ഇപ്പോൾ അവർ മാൻഡ്രസമായിട്ട് മാറിയോ? ഇതൊരു ചെറിയ കുസൃതി ചോദ്യമാണ് കേട്ടോ. അരുന്ധതി ഷീനയുടെ ഒരു പഴയ സുഹൃത്താണ്. പിന്നെ അരുന്ധതി എന്തൊരു നല്ല മ്യൂസിഷ്യൻ, എന്തൊരു നല്ല സിംഗറാണ്. ഷീനയെ കുറിച്ച് അരുന്ധതി ഓർക്കുന്നത് എങ്ങനെയാണ്? എപ്പോഴും അല്പം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അയ്യോ, ഐ വാസ് ലൈക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? ടെൻഷനാണോ, ഒരു നെർവസ് എനർജി ഉണ്ടായിരുന്നു. നെർവസ് എനർജി ഇപ്പോൾ കുറഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം നല്ല വളരെ സ്വച്ഛന്തമായി വളരെ സ്വതന്ത്രമായില്ലേ? അതന്നെ. അപ്പോൾ പണ്ട് ഐ വാസ് വെരി നെർവസ് എനർജി വാസ് ദെയർ. അത് നമ്മളൊരു സ്മോൾ ടൗണിൽ നിന്ന് വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അതെ, സ്വാഭാവികമായിട്ടും. പക്ഷെ പിന്നെ ഷീനിക്ക് വലിയൊരു അവസരം കിട്ടി, ഷീനിനെ കൊണ്ട് കടഞ്ഞെടുത്തു. പക്ഷെ അപ്പോഴും ഈ പണ്ട് തലേ കയറിയ സാധനങ്ങൾ ചിലപ്പം, അതാണ് അരുന്ധതി പറയും, എപ്പോഴും ചില സമയത്ത് സ്റ്റേജിൽ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഇത് ഇപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ എന്നോട് വളരെ സ്നേഹം ഉണ്ടായിരിക്കാം എല്ലാവർക്കും. അപ്പോൾ ബട്ട് എന്നാലും നിങ്ങളുടെ മുമ്പ് പാടാനായിട്ട് എനിക്കിപ്പോഴും ടെൻഷനാണ്.
നിങ്ങൾ എന്ത് വിചാരിക്കുന്നുള്ളതല്ല, നന്നായിട്ട് പാടണമല്ലോ. സോ ഓൾവേസ് ദാറ്റ് ഇസ് ദാറ്റ്. ഷീനയുടെ പാട്ടുകൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ഷീനിക്ക്. ഷീനയുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. എവിടെ? പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഷീനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല, അൺഫോർച്ചുനേറ്റ്ലി. അത് ഭയങ്കര സങ്കടമാണ് എനിക്ക്. ഐ നെവർ ന്യൂ ബിക്കോസ് ഐ വാസ് എ ഷൈ പേഴ്സൺ. വളരെ ഷൈ ആയിരുന്നു. ആണോ? എക്സ്ട്രീംലി. ആ ഷൈനസ് ഒക്കെ ഇപ്പം പോയോ? കുറച്ച് പോയെന്ന് തോന്നുന്നു. പോയി. അപ്പോൾ ഇപ്പം ഫാൻസ് ഒക്കെ വരുമ്പോൾ ഷീനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ എനിക്കെന്ത് ഫാൻസ്, ഐ എം വെരി ഹാപ്പി വിത്ത് ഫാൻസ്. ആൻഡ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫാൻസ് ഒക്കെ വരുമ്പോൾ ഷീനി ആകെ നാണം കുണി അങ്ങോട്ട് മാറി ആയിരിക്കുന്നു എന്നോട് ചോദിക്കുന്നു. ആ ശരിയാ, എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുള്ള സുഹൃത്തുക്കളുണ്ട് ആ ബ്ലൂ ബേഡ്സിൽ. നോക്കാം. പല ആൾക്കാരും. പക്ഷെ ഷീനിക്ക് വേറൊരു ഫാനുണ്ട്. ആ ഫാനെ കൊണ്ടുവരുവാണ്. എന്ന കാരണം വെച്ചാൽ നേരത്തെ നമ്മളൊരാളെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ ഡാമേജ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ഫാനിനെ കൊണ്ടുവരാൻ പോകണം. നോക്കിയോളൂ ആരാണ്. From all your songs, this is my most favorite song. അഴകേ സുഗമാ ഉന്താപങ്ങൾ സുഗമാ തലൈവാ സുഗമാ സുഗമാ തനിമൈ സുഗമാ സുഗമാ. Okay, so I want you to sing a few lines after this. പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടോ ഈ നന്നായി പാടുന്ന ഈ മിടിക്കാരാന്നുള്ളത്? മറ്റാരുമല്ല, ഇത് ശ്രീനിയുടെ മകളാണ്. ശ്രീനി മകളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കന്നം രണ്ട് സുഖമാതിൽ കടസി മുത്തം സുഖമാ உந்தன் கட்டில் சுகமா என் ஒற்றை தலையணை சுகமா. മകൾ ഇങ്ങനെ പാടിയപ്പോൾ അച്ഛൻ്റെ കണ്ണു നനഞ്ഞു. സിനി യെസ്, സന്തോഷാസുരമാണത്. എന്താ എനിക്കറിഞ്ഞോ? മേ ബി നോക്ക്. Yeah, maybe. Yeah. Before it comes out. Let it come out. വരട്ടെ പുറത്ത്. അല്ല അത് എന്ത് പറ്റി ശ്രീനി? പെട്ടെന്ന് മനസ്സ് തട്ടോ? അല്ല ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ വലിയൊരു സുഖമല്ലേ? ദാറ്റ്സ് വൈ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഇസ് സംതിങ് സ്പെഷ്യൽ. മകൾ നന്നായി പാടുന്നുണ്ട്. അവൾ പാടും, പക്ഷെ മറ്റവൾക്ക് പാട്ടിനോട് താല്പര്യമില്ല. ഇവൾ പാടും, ഇവള് കുഴപ്പമില്ലാതെ പാടും. ഒരുപക്ഷെ അടുത്തൊരു 10 വർഷം, ഇനി 10 വർഷത്തെയാണല്ലോ പറയുന്നത്. 10 വർഷത്തുള്ളിൽ മകൾ എവിടെ എത്തും ശ്രീ? അത് അവളുടെ ഭാഗ്യം. ദാറ്റ് യു ഡോണ്ട് നോ. അവൾ പാടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ തമിഴ് സിനിമയിൽ പാടിയിട്ടുണ്ട്. ശരത്തിനെന്തോ ഒരു പാട്ട് പാടി, ഒരു തമിഴിൽ. റഹ്മാൻ കുറച്ച് ട്രാക്കൊക്കെ പാടിയിട്ടുണ്ട്. അതിൽ നല്ല ഭാവിയുള്ളൊരു ശബ്ദമാണ്. I mean, I will be proud of her even if she doesn't sing or anything. But I'll be very, very happy if she എന്തായാലും മകളെ എന്തെങ്കിലും അച്ചീവ് ചെയ്താൽ I'll be happy. മോളെ സന്തോഷിക്കണം. എന്താ കാരണം വെച്ചാൽ മകളെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ്റെ കണ്ണു നിറഞ്ഞു. അപ്പം നമുക്ക് മകളെ അങ്ങനെ വിടാൻ തയ്യാറായിട്ടില്ല. മകളെ വീണ്ടും കൊണ്ടുവരണം. Hi. So I have to ask you this. If you hadn't gotten into the music line, what would you see yourself doing now? സിനി, If I had not gotten to music കണ്ണിങ്ങനെ line, കലങ്ങിയിരിക്കുകയാണ്, ചുവന്നിരിക്കുന്നു. നല്ലത്. മകളോട് എത്ര സ്നേഹമാണ്? maybe. ഇപ്പോൾ മറ്റേ മകൾ ചോദിക്കും, എന്നെ കാണിച്ചപ്പോൾ കരഞ്ഞില്ലല്ലോ നീ. അവിടെയാണ് പ്രശ്നമില്ല. ഭാര്യ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കണേ. ഇവള് പാടിയതുകൊണ്ടായിരിക്കാം. അതാണ് മറ്റേ പെണ്ണും പറയാൻ പോകുന്നത്. പാട്ടാണ് കൂടുതൽ ഇഷ്ടം. സോ യു വിൽ ബി വെരി അൺഹാപ്പി ദാറ്റ് ഐ ഡോണ്ട് സിങ് എന്ന് വല്ലതും പറയും. ഈ ഫീൽഡിൽ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ എവിടെ ആകുമായിരുന്നു എന്നാണ്. എവിടെ ആകുമായിരുന്നു? ഞാൻ
കോയമ്പത്തൂരിലോ തിരുപ്പൂരിലോ ഒരു ഫാക്ടറിയിൽ, ഒരു ബനിയൻ ഫാക്ടറിയിൽ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് സാധനം വിൽക്കുകയായിരുന്നു. ഇത് ഉപയോഗിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. കുറച്ചുകൂടെ വഷളായതാണ് ഞാൻ. വഷളായത്. ഭാര്യ, 2 മക്കള്, അച്ഛൻ, വലിയ കുടുംബം, ഒരുപാട് സുഹൃത്തുക്കൾ, സ്നേഹം, സംതൃപ്തി, സന്തോഷം, ആനന്ദാശ്രു. ശ്രീനിക്ക് ഒരു പക്ഷേ സംതൃപ്തിയുടെ നിമിഷങ്ങളാണ്. കുടുംബത്തിന് വേണ്ടിയിട്ട്, സുഹൃത്തുക്കൾക്ക് വേണ്ടി, ആരാധകർക്ക് വേണ്ടിയിട്ട്, മറഞ്ഞിരിക്കുന്ന ഒരുപാട് ഫാൻസിന് വേണ്ടി, എല്ലാവരും കൂടിയിട്ട് ഒരു പാട്ട് പാടി നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ഇതിലേ വരൂ ഇനിയും വെറുതെ ഋതുമംഗലയ പനിനീർമുഖിലേ പനിനീർമുഖിലേ ആ മാറിൽ താവും നനവ് തരൂ ആ മൗനം നീറും നിനവ് തരൂ ആ മാറിൽ താവും നനവ് തരൂ ആ മൗനം നീറും നിനവ് തരൂ